എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം അധ്യായം 25 പൂർത്തിയായി. ഇന്ന് 26-ാം അധ്യായമാണ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ ക്ലാസ് എടുക്കുന്നതിന് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോം സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ കുട്ടികൾക്കും ഉന്നതമായ പ്രണാമം. ഇന്ന് തൃതീയ സ്കന്ധം 26-ാം അധ്യായമല്ലേ? കഴിഞ്ഞ അധ്യായം തീർന്നാണല്ലോ. അതെ സർ, ഇന്ന് 26-ാം അധ്യായം 26. ശ്രീ ഭഗവാൻ ഉവാചാം അഥതേ സംപ്രവക്ഷ്യാമി തത്വാനം ലക്ഷണം പൃഥക് യദ്വിദിത്വാ വിമുച്യേത പുരുഷ പ്രാകൃതഗുണൈ. അഥ അനന്തരം ഭക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് തേ നിന്നോട് സംപ്രവക്ഷ്യാമി ഞാൻ പറയാൻ പോകുന്നു, വേണ്ടതുപോലെ പറയാൻ പോകുന്നു. സംപ്രവക്ഷ്യാമി തത്വാന ലക്ഷണം പൃഥക്. തത്വങ്ങളുടെ ലക്ഷണം വേർതിരിച്ച് പറയാൻ പോകും. പൃഥക് വേർതിരിച്ച് എന്തിനാ ഇപ്പൊ ഇങ്ങനെ തത്വങ്ങളുടെ ലക്ഷണം വേർതിരിച്ച് പറയാൻ പോകുന്നത്? യത് വിദിത്വ യാതൊന്ന് അറിഞ്ഞിട്ട് വിമുച്യേത മോചിക്കപ്പെടുന്നു പുരുഷ പ്രാകൃതൈ ഗുണൈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നും മോചിക്കപ്പെടണമെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് നന്നായി അറിയാമായിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുക? ഒരു വിഷയത്തിൽ നിന്നും പുറത്ത് കിടക്കുന്ന ആ വിഷയത്തെ നന്നായിട്ട് അറിയണം. എങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടത്, ഏതുവഴിയാണ്, എന്തൊക്കെ വഴികളാണ്, ഇതെല്ലാം അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ ബന്ധനത്തിലാണ്. അതിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ പുറത്ത് കടക്കാനുള്ള വിദ്യകൾ, അതാണ് തത്വങ്ങൾ എന്നിവിടെ പറഞ്ഞത്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എത്ര യോഗ്യമായ ആശയമാണ്. ഇപ്പോൾ നമ്മളൊക്കെ സംസാര ബന്ധനത്തിൽ അകപ്പെട്ടവരാണ്. അതിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ ഈ സംസാരത്തെക്കുറിച്ച് അറിയണം, അല്ലാണ്ട് എങ്ങനെയാ പറ്റുക? അതുകൊണ്ടാണ് ഈ സംസാരം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ഞാൻ വിസ്തരിച്ച് തത്വങ്ങളോട് ചേർത്ത് പറയാം. ഈ പറച്ചിലിന്റെ പേരാണ് സാഖ്യം. സംഖ്യയെ കാണിക്കുന്നത് കൊണ്ട് 24 പ്രകൃതി ഗുണങ്ങളും ഒരു ഈശ്വരനും പുരുഷനും എന്നുള്ള 25 എണ്ണം സംഖ്യ ചേർത്ത് പറഞ്ഞതുകൊണ്ട്. പിന്നെ സംഖ്യക്ക് സമ്യക്കായ ഖ്യാതി ഉള്ളത് എന്നൊരർത്ഥമുണ്ട്. ഏറ്റവും പ്രസിദ്ധിയുള്ളത്, പ്രശസ്തമായത്, അതാണ് സംഖ്യ. സംഖ്യയെ സംബന്ധിക്കുന്നതാണ് സാഖ്യം. കപിലമുനിയുടെ സാഖ്യ ദർശനം ഈ സംഖ്യയെ കാണിക്കുന്ന വിഷയം തന്നെയാണ്. അത് ന്യൂമറൽ എന്നുള്ള സംഖ്യ മാത്രമല്ല, നല്ല പ്രസിദ്ധിയുള്ളതാണ്. ദർശനങ്ങൾ, ആദ്യത്തെ ദർശനം വേദാന്തമൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ആദ്യം ഉണ്ടായത് സാഖ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വം കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ സാഖ്യ ദർശനത്തെക്കുറിച്ച് ഞാൻ നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് അമ്മയ്ക്ക് വാക്കുകൊടുക്കുകയാണ്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിന്റെ പേര് സാഖ്യയോഗം എന്നാണ്. അത് ഈ ന്യൂമറൽ കാണിക്കുന്ന സംഖ്യ അല്ല, കപിലന്റെ സാഖ്യ ദർശനവും അല്ല.
ഗീതയിലെ 2-ാം അധ്യായം ആത്മയോഗമാണ്. പരമാത്മ ചൈതന്യത്തെ കുറിച്ച് വിസ്തരിച്ചു പറയുന്ന ആത്മാനുസന്ധാനമായ യോഗമാണ് അത്. അത് ഏറ്റവും കീർത്തിയുള്ളതാണ്. അതുകൊണ്ടാണ് സമ്യക്കായ ഖ്യാതിയുള്ളതാണ് സംഖ്യ. അതുകൊണ്ട് ഗീതയിലെ ആത്മദർശനം ഏറ്റവും പ്രസിദ്ധിയുള്ള ദർശനം എന്നുള്ള അർത്ഥത്തിൽ അത് ആത്മദർശനം തന്നെയാണ്. അവിടെ ഈ പറയുന്ന ന്യൂമറൽ എന്ന സംഖ്യയില്ല. അപ്പൊ കപിലന്റെ സാഖ്യ ദർശനവും ഭഗവത്ഗീതയിലെ സാഖ്യയോഗവും രണ്ടും രണ്ട് തന്നെയാണെന്ന് തിരിച്ചറിയണം. രണ്ടും ഒന്നാണ് എന്ന് കരുതുമ്പോഴാണ് ഗീതയിൽ ഈ സംഖ്യകളെ കുറിച്ചൊന്നും പറയുന്നില്ല. 2-ാം അധ്യായം മുഴുവൻ ഈ പരമാത്മ തത്വബോധത്തെ കുറിച്ച് മാത്രം പറയാണ്. ആരാണ് പരമാത്മാവ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ട ഉദാഹരണങ്ങൾ കൂടി പോവുകയാണ്. അതുകൊണ്ട് എല്ലാ തത്വങ്ങളുടെയും ഉൽപ്പത്തിയും ലക്ഷണവും നന്നായി അറിഞ്ഞാൽ മാത്രമേ ഒന്നിനെ മറ്റൊന്നിനും വേർതിരിച്ചറിയാൻ പറ്റൂ. അല്ലേ എന്തിനെ 24 പറയുന്നേ? ഒന്ന് പറഞ്ഞാൽ പോരെ. ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യതിരിക്തമാണ്, വേർതിരിഞ്ഞാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ എല്ലാം അറിഞ്ഞെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ട് പൃഥക്ക് എന്ന് പ്രയോഗിച്ചു. വേർതിരിച്ച് ഞാൻ ലക്ഷണം പറഞ്ഞുതരാം. ഈ സാഖ്യശാസ്ത്രം ബ്രഹ്മാവ് സ്വന്തം പുത്രനായ മനുവിനും ഇപ്പോൾ മൈത്രേയൻ എന്ന വിതുരർക്കും ഉപദേശിച്ചു കൊടുത്താണ്. അങ്ങനെ സാഖ്യത്തിന് വഴിയുണ്ട്. ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ കപിലമൂർത്തിയായി സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്നു. അത് പ്രകൃതി കാര്യങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാഖ്യം, ഭക്തി, യോഗം, ഈ 3 മാർഗങ്ങളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം സാഖ്യത്തെക്കുറിച്ച് പറയാൻ പാടില്ല. മുമ്പ് പറഞ്ഞ മുഴുവൻ ഭക്തിയെക്കുറിച്ചായി, യോഗത്തെക്കുറിച്ചും പറഞ്ഞു. ഇനിയും സാഖ്യത്തെക്കുറിച്ച് പറയാം. അഥതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യത് വിദിത്വാ വിമുച്യേത പുരുഷ പ്രാകൃതൈർഗുണൈ. അഥ തേ തത്വാനാം പൃഥക് ലക്ഷണം സംപ്രവക്ഷ്യാമി യത് വിദിത്വാ പുരുഷ പ്രാകൃതൈഃ ഗുണൈഃ വിമുച്യേത. അഥ തേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യത് വിദിത്വാ വിമുച്യേത പുരുഷ പ്രാകൃതൈർഗുണൈഃ. അഥ തേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യത് വിദിത്വാ വിമുച്യേത പുരുഷ പ്രാകൃതൈർഗുണൈഃ. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യാത്മദർശനം യഥാഹുർവർണ്ണയേത് തത്തേ ഹൃദയഗ്രന്ഥിഭേദനം. ജ്ഞാനം നിശ്രേയസാർത്ഥായ, നിശ്രേയസ് മോക്ഷം, ജ്ഞാനം നിശ്രേയസാർത്ഥായ മോക്ഷാർത്ഥായ, മോക്ഷത്തിന് വേണ്ടിയാണ് ജ്ഞാനം. പുരുഷസ്യ ആത്മദർശനം, ആത്മദർശനം, ആത്മാവിനെ കാണിച്ചു തരുന്ന ഈ ജ്ഞാനം. നിശ്രേയസാർത്ഥായ ആത്മദർശനം ജ്ഞാനം, നിശ്രേയസത്തെ കാണിച്ചു തരുന്ന ആത്മദർശനമായ ഈ ജ്ഞാനം പുരുഷസ്യ നിശ്രേയസാർത്ഥായ, പുരുഷന്റെ നിശ്രേയസത്തിനു വേണ്ടി ആഹുഹു പറയപ്പെടുന്നു. യത് ആഹുഹു, യാതൊന്നിനെ പറയപ്പെടുന്നുവോ അത് വർണ്ണയെ, ഞാൻ വർണ്ണിക്കാൻ പോകുന്നു. തത് തേ, അത് നിന്റെ ഹൃദയഗ്രന്ഥിഭേദനം, അത് നിന്റെ ഹൃദയത്തിന്റെ കെട്ടുകളെയൊക്കെ ഭേദിപ്പിച്ച് കളയാൻ പറ്റിയതാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് കെട്ടുകളുണ്ട്. അത് വൈദ്യശാസ്ത്രപരമായി ഉള്ള കെട്ടുകൾ അല്ല ഇവിടെ പറയുക, കർമ്മബന്ധനങ്ങളാണ് ഇവിടെ കെട്ടുകൾ. ഇങ്ങനെയുള്ള കുറെ കെട്ടുകൾ ഉള്ളിലുണ്ട്. ആ കെട്ടുകളെയൊക്കെ എന്ത് ചെയ്യണം? മുറിച്ചു കളയണം. അഴിച്ചു കളയാൻ എളുപ്പമല്ല. ഓണയെ എന്ത് ചെയ്യണം? മുറിച്ചു കളയണം. ഹൃദയ ഗ്രന്ഥി ഭേദനം.
ഹൃദയത്തിന്റെ ഗ്രന്ഥികളെ, ഗ്രന്ഥി എന്ന് വെച്ചാൽ കെട്ടെന്നർത്ഥം, ഗ്രഥനം ചെയ്യുന്നത്. അതാണ് ഗ്രന്ഥം, ഗ്രന്ഥി, ഇതൊക്കെയാണ് ഉണ്ടാകുന്ന വാക്കുകളാണ്. അതുകൊണ്ട് മുക്തി ലഭിക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനാദേവതു കൈവല്യം. ഭക്തി കിട്ടിയാലും ഭക്തി കൊണ്ട് ജ്ഞാനത്തിലേക്ക് എത്തും. ആ ജ്ഞാനം കൊണ്ട് മാത്രമാണ് കൈവല്യം ഉണ്ടാകാൻ പോവുക. അതുകൊണ്ട് ആ ആത്മജ്ഞാനത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് വേദം തത്വങ്ങളെ വ്യാഖ്യാനിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് ഏതു വിധമാണ് എന്ന് അതിൻ്റെ ആത്മസ്വരൂപ ബോധം ഉള്ളിൽ അറിയാൻ പാകത്തിന് ഓരോ ശരീരത്തിലും ഞാൻ 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 എന്ന് അഭിമാനിക്കുന്ന ഒരു ആത്മാഭിമാനത്തിന്റെ ഭാവം അല്ലെങ്കിൽ അഹങ്കാരം, അത് നശിക്കണം. അതാണ് ഹൃദയഗ്രന്ഥി. അത് ജ്ഞാനം കൊണ്ട് മാത്രമേ, ജ്ഞാന അഫിന, ജ്ഞാനമാകുന്ന വാളുകൊണ്ടേ ഈ കെട്ടറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജ്ഞാനം പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് വേദാന്ത ശാസ്ത്രം ഉദ്ബോധിപ്പിക്കാം. ഉപനിഷത്തുകളും ഇത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ സാഖ്യശാസ്ത്രം കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടായിട്ട് തദ്വാര മോക്ഷത്തിലേക്ക് അമ്മയ്ക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് വിസ്തരിച്ച് പറയാൻ പാടുപെട്ടത്. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷാത്മദർശനം യഥാഹുർവർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥിഭേദനം. ഹൃദയഗ്രന്ഥിഭേദനം ആത്മദർശനം. പുരുഷഫ്യ ആത്മദർശനം ജ്ഞാനം, പുരുഷഫ്യ നിശ്രേയസാർത്ഥായ ആഹു യത് തത്തേ വർണ്ണയേ. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷഫ്യാത്മദർശനം യദാഹുർവർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥിഭേദനം. ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷഫ്യാത്മദർശനം യദാഹുർവർണ്ണയേ തത്തേ ഹൃദയഗ്രന്ഥിഭേദനം. അനാദിരാത്മാ പുരുഷോ നിർഗുണപ്രകൃതേ പരാം പ്രത്യഗ്ധാമാഫയം ജ്യോതിർ വിശ്വം യേന സമന്വിതം. അനാദിഹി ആത്മാ പുരുഷോ നിർഗുണപ്രകൃതേ പരം. ആത്മാവായിരിക്കുന്ന പുരുഷൻ, ആത്മാ പുരുഷ നിർഗുണ, ഗുണാതീതനാണ്. സത്വരജസ്തമസുകൾ എന്ന ഗുണങ്ങൾക്ക് അപ്പുറത്തുള്ളവനാണ്, ഗുണാതീതനാണ്. പ്രകൃതേഹ പര, പ്രകൃതിക്ക് അപ്പുറത്താണ്. അനാദിയാണ്. അതിന് എവിടെയാ തുടക്കം എന്നറിയാൻ പറ്റില്ല. പ്രത്യഗ്ധാമാ, പ്രത്യേകം പ്രത്യേകം ഓരോ ജീവജാലങ്ങളിലും ഇരിപ്പിടമുള്ളവനാണ്. സ്വയം ജ്യോതി, തന്നെത്താൻ പ്രകാശിക്കുന്നവനാണ്. വിശ്വം, ലോകത്തെ ഏന യാതൊന്നുകൊണ്ട് സമന്വിതം, കൂടിച്ചേർന്നതായിട്ട് പ്രകാശദേവൻ. ഈ ലോകം പ്രകാശിക്കുന്നത്, ഈ ലോകം തിളങ്ങുന്നത്, വിളങ്ങുന്നത് ആ ആത്മസ്വരൂപമായ ഈശ്വരന്റെ ചൈതന്യം കൊണ്ട് മാത്രം. നമ്മളെല്ലാം അങ്ങനെയാണ്. ഞാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്, ചിരിക്കുന്നത്, ഈ പറയുന്നത് ഒക്കെ എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിന്റെ ഉറപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പുരുഷൻ ലക്ഷണം പറയാം. പ്രകൃതി പുരുഷന്മാരെ കുറിച്ചാണുള്ള ഒരു വിചിന്തനമാണ് സാഖ്യം. അതിൽ ആദ്യം പുരുഷനെ കുറിച്ച് പറയാൻ പുറപ്പെടുക. ആത്മാ പുരുഷ, പുരുഷൻ ആത്മാവാണ്, നിർഗുണനാണ്, പ്രകൃതിക്ക് അപ്പുറത്തുള്ളവനാണ്, അനാദിയാണ്, ഓരോ ജീവജാലങ്ങളിലും ഇരിപ്പിടമുള്ളവനാണ്, സ്വയം ജ്യോതിഫ്, ജ്യോതിക്കുന്നവനാണ്. വിശ്വം യാതൊന്നിനോട് ചേർന്നാണോ ഇരിക്കുന്നത്.
അനാദിരാത്മാ പുരുഷോ നിർഗുണപ്രകൃതേ പരാം പ്രത്യഗ്ധാമാഫയം ജ്യോതത് വിശ്വം യേന സമന്വിതം. ആത്മാ പുരുഷഃ നിർഗുണഃ പ്രകൃതേ പരഃ അനാദിഃ പ്രത്യഗ്ധാമ സ്വയം ജ്യോതി വിശ്വം യേന സമന്വിതം പ്രകാശത്തെ. അനാദിരാത്മാ പുരുഷോ നിർഗുണപ്രകൃതേ പരാം പ്രത്യഗ്ധാമാ സ്വയം ജ്യോതത് വിശ്വം യേന സമന്വിതം. അനാദിരാത്മാ പുരുഷോ നിർഗുണപ്രകൃതേ പരാം പ്രത്യഗ്ധാമാ സ്വയം ജ്യോതത് വിശ്വം യേന സമന്വിതം. ഏഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭൂ യദൃച്ഛീവോപഗതാം അഭ്യപദ്യത ലീലയാം. സ ഏഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു. സ ഏഷ വിഭു. ആ ഈ വിഭു. വിഭു എന്ന് വെച്ചാൽ വ്യാപനശീലമുള്ളവർ. വിശേഷണ ഭൂയതേ ഇത് വിഭു. സ ഏഷ വിഭു സൂക്ഷ്മാം ഗുണമയീം ദൈവീം. സൂക്ഷ്മമായ ഗുണമയമായ ദൈവീം ദേവന്റെ ശക്തിയെ യദൃച്ഛയാ ഏവ ഉപഗതാം യദൃച്ഛയൈവോപഗതാം ലീലയാ അഭ്യപദ്യത. ലീലയായിട്ട് സ്വീകരിക്കുന്നു എന്നർത്ഥം. സാഖ്യമതത്തിൽ ജഗത്ത്, ജീവൻ അല്ലെങ്കിൽ മനുഷ്യൻ, ഈശ്വരൻ, ഈ മൂന്നിന്റെ സ്വരൂപത്തെ നിർണ്ണയിക്കലാണ് മുഖ്യ വിഷയം. ആദ്യം ജഗത്തിനെ കുറിച്ച് പറയും, പിന്നെ ജഗത്തിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ കുറിച്ച് പറയും, അവൻ അന്വേഷിക്കുന്ന ഈശ്വരനെ കുറിച്ച് പറയും. ഈ മൂന്ന് വിഷയത്തിന്റെ സ്വരൂപം നിർണ്ണയിക്കലാണ് സാഖ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ ജഗത്തിന്റെ കാരണം ഈശ്വരൻ തന്നെയാണ്. നിമിത്ത കാരണം ഈശ്വരൻ. ഈ ജഗത്ത് ഇങ്ങനെ അനുസ്യൂതം നിലനിൽക്കുന്നത് ഈശ്വരന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഈശ്വരന്റെ സ്വരൂപത്തെ പറഞ്ഞതിന് ശേഷം ഈ പ്രകൃതിക്ക് സയേഷ പ്രകൃതിയും, മുമ്പത്തെ ശ്ലോകത്തിൽ പുരുഷനെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ പ്രകൃതിയെ കുറിച്ച് പറയാൻ പോവാണ്. ആ പ്രകൃതിയുടെ സ്വരൂപം എന്തെന്ന് പറയാൻ പോവാണ്. പ്രകൃതിക്ക് സൂക്ഷ്മാം ദൈവീം ഗുണമയീം പ്രകൃതിയും, സൂക്ഷ്മവും ഗുണമയവും ദൈവീയുമാണ് പ്രകൃതി എന്ന് അറിയൂ. സൂക്ഷ്മമാണ് പ്രകൃതി, സ്ഥൂലം അല്ല. കാരണം ഈ പ്രകൃതിക്ക് രണ്ട് ശക്തിയുണ്ട്. ഒന്ന് ആവരണ ശക്തി, മറ്റൊന്ന് വിക്ഷേപ ശക്തി. ആവരണം ചെയ്യാച്ചാൽ മറച്ചു വയ്ക്കാം. വിക്ഷേപം എന്ന് വെച്ചാൽ ഒന്നിനെ മറച്ചിട്ട് മറ്റൊന്നിനെ കാണിച്ചു തരിക, വിക്ഷേപിക്കുക. ഈ രണ്ട് ശക്തി പ്രകൃതിക്കുള്ളതാണ്. യഥാർത്ഥമായ വസ്തു മറച്ചു പിടിക്കുക, എന്നിട്ട് മറ്റൊന്നിനെ കാണിച്ചു. അതുകൊണ്ടാണ് ഈ പ്രകൃതി എന്ന മായയ്ക്ക് രണ്ട് ആവരണങ്ങളുണ്ട്. ഒന്ന് യഥാർത്ഥമായ ആവരണ ശക്തിയും മറ്റേത് വിക്ഷേപ ശക്തിയും. ഇതിനെ വേണമെങ്കിൽ അവിദ്യ എന്നും വിദ്യ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ മറ്റു രണ്ട് വാക്കിൽ. പുരുഷനെ ജീവനാണെന്ന് പറയാം. ഈശ്വരൻ എന്ന രണ്ട് വിധമായിട്ട് പുരുഷനെ വിഭജിക്കും. ജീവാത്മാവ്, പരമാത്മാവ് എന്ന ഈശ്വരൻ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ആത്മാവ് കോമൺ ആണ്. ഒന്ന് ജീവാത്മാവ്, മറ്റത് പരമാത്മാവ്. അതിൻ്റെ അത് രണ്ടിലും കോമൺ ഉള്ള ആത്മാവിനെ ഒന്നാക്കിയെടുത്തു. അതുകൊണ്ടാണ് 25 ഒരു തത്വമായത്. അതിനെ രണ്ടാക്കിയെടുത്താൽ രണ്ടാകും.
ഒന്ന് ജീവാത്മബോധം, മറ്റത് പരമാത്മബോധം. അതുകൊണ്ട് ശരീരമാണ് ആത്മാവെന്ന് അഭിമാനിച്ചാൽ ജനന മരണങ്ങൾക്ക് വശപ്പെട്ട് അവിദ്യയുടെ ചൈതന്യമായ ജീവൻ പ്രകൃതിയെ സ്വാധീനിച്ചിട്ട് പ്രകൃതിക്കുള്ള തത്വങ്ങളെ കൊണ്ട് ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന അവിദ്യോപഹിതനായ ഈശ്വരൻ എന്ന് വിളിക്കാം. പരമാത്മചൈതന്യ സ്വരൂപനായ ആ ബ്രഹ്മചൈതന്യം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ ഈശ്വരൻ എന്ന് വിളിച്ചു. അതുവരെ വിളിച്ചിരുന്നില്ല. അത് വിദ്യ എന്ന ഉപഹിതമായ ചൈതന്യത്തെ ഈശ്വരൻ എന്നും അവിദ്യ എന്ന ചൈതന്യത്തെ ജീവനെന്നും ജീവാത്മാവെന്നും രണ്ടായിട്ട് തന്നെ വിളിച്ചു. ഇനി ഇവയുടെ ലക്ഷണം എന്താണെന്ന് തുടർന്ന് 4 ശ്ലോകത്തിൽ കൂടി വ്യക്തമാക്കുക. സയേഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു യദൃച്ഛൈവോപഗതാം അഭ്യപദ്യതലീലയാം സയേഷ വിഭു സൂക്ഷ്മാം ഗുണമയീം ദൈവീം യദൃച്ഛയാ ഏവ ഉപഗതാം പ്രകൃതിം ലീലയ അഭ്യപദ്യത. സയേഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു യദൃച്ഛൈവോപഗതാം അഭ്യപദ്യതലീലയാം സയേഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു യദൃച്ഛൈവോപഗതാം അഭ്യപദ്യതലീലയാം. ഗുണൈർവിചിത്രാ സൃജതിം സ്വരൂപ പ്രകൃതിം പ്രജാം വിലോക്യ മുമുഹേ സദ്യ സൈഹ ജ്ഞാനഗൂഹയാം. ഗുണൈഹി വിചിത്രാഹ, ഗുണങ്ങളെ കൊണ്ട് നാനാവിധത്തിലുള്ളതാണ്, വൈചിത്ര്യമായതാണ്, അതാണ് വിചിത്രം. സൃജതീം സ്വരൂപാഹ, സ്വരൂപാഹ സമാനമായ രൂപത്തോടുകൂടി വിചിത്രങ്ങളായ പ്രജാഹ പ്രജകളെ ജ്ഞാനഗൂഹയാ ജ്ഞാനത്തെ ഗോപനം ചെയ്തുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് സൃജതിയും സൃഷ്ടിക്കുന്ന പ്രകൃതിയെ വിലോക്യ കണ്ടിട്ട് സദ്യ മോഹി അവൻ പെട്ടെന്ന് മോഹിച്ചു. വിചിത്രങ്ങളായ ഗുണങ്ങളെ കൊണ്ട് തനിക്ക് സമാനമായ രൂപമുള്ള പ്രകൃതിയെ കൊണ്ട് സൃഷ്ടിക്കുന്ന പ്രകൃതിയെ കണ്ടിട്ട് ജ്ഞാനഗൂഹയ ജ്ഞാനത്തെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സദ്യ പെട്ടെന്ന് തന്നെ സൈഹ മുമ്പേ അവൻ ഇവിടെ മോഹിച്ചുപോയി എന്നർത്ഥം. സത്വാദി ഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടി. ദേവ മനുഷ്യരൂപങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ സമർത്ഥമാണ് 3 ഗുണങ്ങൾ. ഈ പ്രകൃതിയുടെ കാര്യരൂപങ്ങളെ കണ്ടപ്പോൾ തന്നെ യഥാർത്ഥമായ സ്വരൂപത്തെ മറന്നിട്ട് ഗുണകാര്യങ്ങളായ ദേവമനുഷ്യരൂപങ്ങളെ ആത്മസ്വരൂപമായിട്ട് ധരിച്ചു. അവർ ആത്മസ്വരൂപങ്ങളല്ല, പക്ഷെ അങ്ങനെ ധരിച്ചു. ഈ തെറ്റായ ധാരണയ്ക്കാണ് മോഹം എന്ന് പേര്. അങ്ങനെ പ്രകൃതിയിൽ വയ്ക്കപ്പെട്ട ഈ ചൈതന്യാംശത്തെ ജീവൻ എന്ന് വിളിച്ചു. സ്വരൂപമായ ബോധത്തെ മറച്ചതായ ഈ പ്രകൃത്യംശത്തിന് ആവരണശക്തി എന്ന് പേര്, അതിൽ തന്നെ അവിദ്യ എന്നൊരു പേര്. ഈ അംശത്തെ സ്വീകരിച്ചിട്ടാണ് അവരവരുടെ സ്വരൂപത്തെ മറന്ന് ദേവമനുഷ്യാദി ശരീരങ്ങളെ ആത്മാവാണെന്ന് അഭിമാനിക്കുന്നത് കൊണ്ട് ആ ചൈതന്യത്തിന് തന്നെ അംശമായ ജീവന് ജന്മമരണങ്ങൾ വാസ്തവത്തിലില്ലെങ്കിലും ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് സംസാരം. അതുകൊണ്ട് എങ്ങനെയാണ്
ഈ പരമാത്മ ചൈതന്യ സ്വരൂപം ജീവാത്മാവായി പരിണമിച്ച് പ്രപഞ്ച വിഭൂതികളെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയായിരുന്നു ഇതുവരത്തെ ശ്ലോകത്തിൽ. ഗുണൈർവിചിത്രാസൃജതിം സ്വരൂപ പ്രകൃതിം പ്രജാ വിലോക്യ മുമുഹേ സദ്യ സൈഹ ജ്ഞാനഗൂഹയാം. ഗുണൈഃ വിചിത്രാഃ സ്വരൂപാഃ പ്രകൃതിം സൃജതീം പ്രജാഃ വിലോക്യ സദ്യ സ ഇഹ ജ്ഞാനഗൂഹയാ മുമുഹൈ. ഗുണൈർവിചിത്രാസൃജതിം സ്വരൂപ പ്രകൃതിം പ്രജാഃ വിലോക്യ മുമുഹേ സദ്യ സൈഹ ജ്ഞാനഗൂഹയാം. ഗുണൈർവിചിത്രാസൃജതിം സ്വരൂപ പ്രകൃതിം പ്രജാഃ വിലോക്യ മുമുഹേ സദ്യ സൈഹ ജ്ഞാനഗൂഹയാം. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. ഇങ്ങനെ പരാഭിധ്യാനേന ഈ പര ആയ പ്രകൃതിയായ ഈ സംസാര അർണവത്തിന് കാരണമായ മായയായ പര എന്ന് വിളിക്കപ്പെടുന്ന പ്രകൃതിക്ക് കർത്തൃത്വം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമാണ് കർത്തൃത്വം. ഇപ്രകാരം പരാഭിധ്യാനം കൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളാൽ കർമ്മസു പുമാൻ കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന മനുഷ്യൻ ആത്മനി മന്യതേ ആത്മാവിൽ വിചാരിക്കുന്നു തഥ കർത്തൃത്വം. അതുകൊണ്ട് കർത്താവ് എന്ന ഭാവമാണ്. ദേഹമുണ്ട്, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, അന്ധക്കരണങ്ങൾ, 3 ഘടകങ്ങളാണ് ഉള്ളിലുള്ളത്. അപ്പൊ വാസ്തവത്തില് ഈ ജീവാത്മ തത്വബോധം ഈ മട്ടിൽ പരിണമിച്ച് പലതായിട്ട് ഈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആത്മാവിനെ കുറിച്ച് തെറ്റായ ധാരണയെ കാര്യമുള്ളൂ. തെറ്റായ ധാരണയ്ക്കുള്ള മറ്റൊരു പേരാണ് അധ്യാസം. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള തോന്നലാണ് കർത്തൃത്വ ബുദ്ധിക്ക് കാരണം. ഞാനൊരു ഉപകരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ കരണബുദ്ധി ഉണ്ടാകും. ഈശ്വരന്റെ കയ്യിൽ ഞാനൊരു ഉപകരണമാണ്, ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു കളിപ്പാട്ടമാണ്. അതിനെ പ്രവർത്തിപ്പിക്കാൻ ഈശ്വരന് മാത്രമേ അറിയൂ. ഈശ്വരൻ അതിനെ കീ കൊടുത്ത് പ്രവർത്തിപ്പിച്ച് ഓടിച്ച് പാകമാക്കി വെക്കും. അതിങ്ങനെ സൃഷ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കുറച്ചു കാലം നിലനിൽക്കും, പിന്നില്ലാണ്ടാകും. ഒരു കളിപ്പാട്ടം പോലെ. അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്ന് ഓരോന്നിലും നമ്മൾ കർത്തൃത്വ ബോധം കൊണ്ട് അഭിമാനിക്കും. വാസ്തവത്തിൽ എന്നെ കൊണ്ട് ചെയ്യിക്കലാണ് ഞാനല്ല. അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ചിന്ത എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കുക. പ്രകൃതി ഗുണങ്ങളിലാണ് ആത്മാവെന്നുള്ള ധാരണ ഇല്ലായ്മയാണ്, അത് അധ്യാസമാണ്. ഈ ധാരണ കൊണ്ടാണ് പ്രകൃതി ഗുണങ്ങളിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും താൻ ചെയ്യുന്നു എന്ന് തോന്നുന്നത്. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. ഏവം പരാഭിധ്യാനേന പ്രകൃതേഃ ഗുണൈഃ ക്രിയമാണേഷു കർമ്മസു പുമാൻ ആത്മനി മന്യതേ തത കർത്തൃത്വം.
ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനിവ മന്യതേ. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. തദസ്യ സംസൃതബന്ധ പാരതന്ത്ര്യം തത്കൃതം ഭവത്യകർത്തുരീശഭക്ഷിണോ കൃതാത്മനാം. തത് അസ്യ സംസ്കൃതി ബന്ധ. ആ ജീവാത്മാവിന് ഈ സംസാരം ബന്ധന കാരണമാണ്. പാരതന്ത്ര്യം അതുകൊണ്ട് ചെയ്യപ്പെടുന്ന ഒരു പാരതന്ത്ര്യവും ജീവൻ അനുഭവിക്കാം. സ്വതന്ത്രം അല്ല. മറ്റൊരാളുടെ കയ്യിൽ പിടിയിൽ അകപ്പെടുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ കയ്യിൽ നിന്നും ആകാശം പട്ടത്തിൽ ഏതുവഴിയൊക്കെ പറന്ന് പരത്തിയാലും അതിൻ്റെ നൂല് കയ്യിലിരിക്കുന്നത്തോളം ഇതെന്തെങ്കിലും തിരിച്ചു വരും. അതുകൊണ്ട് അതിൻ്റെ സംസ്കൃതിയാണ് ബന്ധം. അതുകൊണ്ട് ഉണ്ടാകുന്നത് പാരതന്ത്ര്യവുമാണ്. ഭവതി അകർത്തുഹു ഈശസ്യ സാക്ഷിണോ നിർവതാത്മന. അകർത്തുഹു ഈശസ്യ, അകർത്താവായ ഈശന്റെ, നിർവൃതാത്മന സാക്ഷിണ, ആത്മസ്വരൂപനും സാക്ഷിയുമായ അഫി ഇവനെ സംസ്കൃതി ബന്ധ തത്കൃതം പാരതന്ത്ര്യം ഭവതി. തദസ്യ സംസ്കൃതബന്ധ പാരതന്ത്ര്യം തത്കൃതം ഭവത്യകർത്തുരീശഭക്ഷിണോ നിർവൃതാത്മനാം. തദസ്യ സംസ്കൃതബന്ധ പാരതന്ത്ര്യം തത്കൃതം ഭവത്യകർത്തുരീശഭക്ഷിണോ നിർവൃതാത്മനാം. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. കാര്യകാരണകർത്തൃത്വേ, കാര്യം കാരണം കർത്താവ്. കാര്യം ചെയ്യപ്പെടേണ്ടത്, കാരണം ഉപകരണങ്ങൾ, കർത്താവ് ഞാൻ എന്ന അഭിമാനം. കാര്യകാരണകർത്തൃത്വേ, അതിനുള്ള കാരണം പ്രകൃതി വിദു, അതിനുള്ള കാരണം പ്രകൃതിയാണ് എന്ന് അറിയൂ. ഈ പ്രകൃതി തന്നെയാണ് കാരണമെന്നും അതാണ് ഞാൻ ചെയ്യുന്നു എന്ന് പുരുഷനെ ബന്ധനത്തിലാക്കുന്ന ഭോക്തൃത്വം എന്ന അല്ലെങ്കിൽ കർത്തൃത്വം എന്ന ഈ പുരുഷന്റെ സ്വതന്ത്രഭാവത്തെ ഇല്ലാതാക്കുന്ന, പാരതന്ത്ര്യത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ക്ലാസ്സിലാണ് പ്രത്യേകം. അതുകൊണ്ട് ഭോക്തൃത്വത്തിനെ പ്രകൃതിയിൽ നിന്നും ഭിന്നമായ പുരുഷനാണ് കാരണം. ഈ ജീവാത്മാവെന്ന പുരുഷൻ പ്രകൃതിയെ അനുഭവിക്കാം. ഇതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ പ്രകൃതിയെ അനുഭവിക്കുമ്പോൾ ഈ അനുഭവിക്കുന്ന ജീവാത്മാവെന്ന പുരുഷൻ കർത്താവാണോ ഭോക്താവാണോ? ഞാനാണ് ചെയ്യുന്നത് എന്ന് അഭിമാനിക്കുന്ന കർത്താവാണോ, അതോ ഞാൻ അനുഭവിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന ഭോക്താവാണ്? കാര്യകാരണ കർത്തൃത്വേ കാരണം പ്രകൃതി വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതി പരം. സുഖദുഃഖങ്ങളുടെ ഭോക്താവെന്ന നിലയിൽ പ്രകൃതിയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന പുരുഷൻ ആണ് കാരണമെന്ന് അറിയൂ. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതി വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതി പരം. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതി വിദു
സുഖദുഃഖാനാം ഭോക്തൃത്വേ പ്രകൃതേഃ പരം പുരുഷം കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം എന്നിങ്ങനെ ഈ മായ എന്ന പ്രകൃതിയാണ് നമ്മെക്കൊണ്ട് ഇതൊക്കെ അനുഭവിപ്പിക്കുന്നത്. അതിന് ഞാനെന്ന ജീവാത്മാവ് ഒരു കാരണമായി ഇരിക്കുന്നു എന്ന് മാത്രം. എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് പരമാത്മ ചൈതന്യ ശക്തി തന്നെയാണ്. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേഃ പരം എന്നിങ്ങനെ കാര്യകാരണ ഭേദത്തിൽ കൂടി പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടിപ്പോൾ ദേവഹൂതി ചോദിച്ചു, പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹികാരണയോരസ്യാത്മകം. പ്രകൃതേ, പ്രകൃതിയിൽ നിന്നും പുരുഷസ്യാപി ലക്ഷണം, പുരുഷന്റെയും ലക്ഷണം ഹേ പുരുഷോത്തമ ബ്രൂഹി പറയൂ. കാരണയോഹോ അസ്യ ഫദഫച്ച യഥാത്മകം. ഫത്ത് അഫത്ത്, സ്ഥൂലവും സൂക്ഷ്മവും. ഫദ് അഫദ് ച യഥാത്മകം, യാതൊരുവരുടെ സ്വരൂപമോ അസ്യ ഈ ലോകത്തിന്റെ കാരണയോഹു പ്രകൃതേഹ പുരുഷസ്യ ലക്ഷണം ബ്രൂഹി. ഈ ലോകത്തിലെ സൃഷ്ടിക്ക്, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ഈ പ്രകൃതിയുടെയും പുരുഷന്റെയും ലക്ഷണം വേർതിരിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരൂ, എനിക്ക് ശരിക്കും മനസ്സിലായില്ലായിരുന്നു. നമ്മളും പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പ്രകൃതി പുരുഷന്മാരുടെ സ്വരൂപത്തെ ഒന്ന് സൂക്ഷ്മമായും ഒന്ന് സ്ഥൂലമായും കാണപ്പെടുന്ന ഈ ലോകത്തിനെ പ്രകൃതി പുരുഷന്മാർ കാരണസ്വരൂപരായി ഭവിക്കുന്നു. അതുകൊണ്ട് അവരുടെ ലക്ഷണം എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു. പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹികാരണയോരസ്യ ഫദസച്ചേതാത്മകം. ഫത്ത് അഫത്ത് ച യഥാത്മകം അസ്യ കാരണയോഃ പ്രകൃതേഃ പുരുഷസ്യ ച ലക്ഷണം ബ്രൂഹി. പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹികാരണയോരസ്യ ഫദസച്ചേതാത്മകം. പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹികാരണയോരസ്യ ഫദസച്ചേതാത്മകം. ഫത്ത് അഫത്ത് ച യഥാത്മകം അസ്യ കാരണയോഃ പ്രകൃതേഃ പുരുഷസ്യ ച ലക്ഷണം ബ്രൂഹി. പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹികാരണയോരസ്യ ഫദസച്ചേതാത്മകം. പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹികാരണയോരസ്യ ഫദസച്ചേതാത്മകം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാനായ കപിലമഹർഷി വിസ്തരിച്ച് പറയാൻ പോവാണ്. ത്രിഗുണം വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. യത് ത്രിഗുണം അവ്യക്തം, യാതൊന്നാണോ ത്രിഗുണമായി സത്വരജസ് തമസ്സുകൾ എന്ന ത്രിഗുണത്തോടു കൂടിയും അവ്യക്തം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തത്. വ്യക്തം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടറിയാൻ പറ്റുന്നത്, ചെവി കൊണ്ട് ശരിക്ക് കേട്ടറിയാൻ പറ്റുന്നത്, അത് പറ്റാത്തതിന്റെ പേര് അവ്യക്തം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും
ത്രിഗുണം അവ്യക്തം നിത്യം ഫദഫദാത്മകം എന്നും സത്തും അസത്തുമെന്ന ആത്മസ്വരൂപത്തോട് കൂടിയിരിക്കുന്നതാണ്. സത്ത് ഉള്ളത്, അസത്ത് ഇല്ലാത്തത്. അപ്പൊ ത്രിഗുണം അവ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹുഹോ അവിശേഷം വിശേഷവത്. അവിശേഷം ആകൃതി എന്ന വിശേഷത്തോട് കൂടാത്ത, ആകൃതിരഹിതനായ, വിശേഷവത് വിശേഷത്തെ പോലെ തോന്നിക്കുന്നതും, ഫദഫദാത്മകം സ്ഥൂലവും സൂക്ഷ്മവുമായ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നതുമായ യാതൊന്നുണ്ടോ അത് പ്രധാനം, എല്ലാത്തിനും മുഖ്യ കാരണം. തത് പ്രകൃതി പ്രാഹു, അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ ലക്ഷണം വിസ്തരിച്ച് പറയാൻ പോവാണ്. ത്രിഗുണവും വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. ഈ പ്രകൃതിക്ക് ഒരു പേരുടെ കൊടുത്തു, പ്രധാനം എന്നൊരു പേര്. അത് അവിശേഷമാണ്, വിശേഷവത്വമാണ്. വിശേഷങ്ങൾ ഇല്ലാത്തതാണ്, പക്ഷേ വിശേഷത്തോട് കൂടിയത്. അങ്ങനെയുള്ള ഈ പ്രകൃതിയെ പ്രധാനൻ എന്ന് ആഹുഹു വിളിക്കപ്പെടുന്നു. പ്രാഹു ത്രിഗുണമവ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. ത്രിഗുണം അവ്യക്തം നിത്യം അവിശേഷം വിശേഷവത് ഫദഫദാത്മകം യത് പ്രധാനം തത് പ്രകൃതിം പ്രാഹു. ത്രിഗുണം വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. തത്ത്രിഗുണമു വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പുരുഷം പുരുഷം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. ത്രിഗുണമു വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. എന്നിങ്ങനെ സ്ഥൂല സൂക്ഷ്മങ്ങൾ ആയിരിക്കുന്ന ആ ഭഗവാൻ അങ്ങനെയാണെങ്കിലും ജീവൻ എന്ന ഉപാധി സ്വീകരിച്ചപ്പോൾ അവിദ്യയോട് കൂടി ചേർന്ന് ആ അവിദ്യയെ ഇല്ലായ്മ ചെയ്യുന്ന, അവിദ്യക്ക് നാശമുണ്ട്, നിലനിൽക്കില്ല, അതാണ് പ്രധാനം അല്ലെങ്കിൽ നിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. ത്രിഗുണം അവ്യക്തം നിത്യം അവിശേഷം വിശേഷവത് ഫദഫദാത്മകം യത് പ്രധാനം തത് പ്രകൃതിം പ്രാഹു. ത്രിഗുണം വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. ത്രിഗുണൗ വ്യക്തം നിത്യം ഫദഫദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവത്. പഞ്ചഭിഃ ചതുർദശഭിഃ തഥാ ഏതത് ചതുർവിംശതികം ഗണം പ്രാധാനികം വിദു. പഞ്ചഭിഃ ബ്രഹ്മ അഞ്ചഞ്ചായിട്ടും ചതുർഭിഃ ദശഭിഃ തഥാ നാലായിട്ടും പത്തായിട്ടും ഏതത് ചതുർവിംശതികം ഗണം, അത് 24 ഗണങ്ങളാണ്. അതിനെ പ്രാധാനികം വിദു, അതിനെയാണ് പ്രാധാനികമെന്ന് അറിയേണ്ടത് എന്നർത്ഥം. 5, 5, 4, 10 എന്നീ ക്രമത്തിലാണ് 24 ഉണ്ടാകുന്നത്. പഞ്ചഭിഃ ചതുർഭിഃ ദശഭിഃ തഥാ
5 5 എന്നുള്ള പഞ്ചഭൂതങ്ങളും തന്മാത്രകളും, 4 എന്നുള്ളത് അന്ധക്കരണങ്ങൾ, 10 എന്നുള്ളത് 2 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങൾ. ഇതിനെയാണ് പ്രധാനത്തിന്റെ ഭാവം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാവം എന്ന് നിർണയിച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് തത്വങ്ങളുടെ ഉൽപ്പത്തിയെയും അവയുടെ ലക്ഷണത്തെയും വ്യക്തമായി പറയാൻ പുറപ്പെട്ടത്. പഞ്ചഭി പഞ്ചഭദ്രമ്മാ ചതുർദശഭിസ്തഥാ ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിദു. പഞ്ചഭി ചതുർഭിഃ ദശഭിഃ ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിദു. പഞ്ചഭദ്രമ്മാ ചതുർദശഭിസ്തഥാ ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിദു. മഹാഭൂതാനി പഞ്ചൈവാം ഭൂരാവോക്നിർമരുന്നഭാം തന്മാത്രാണി ജതാവന്തി ഗന്ധാദീനി മതാനി മേ. മഹാഭൂതാനി പഞ്ചൈവ, പഞ്ചമഹാഭൂതങ്ങൾ 5 ഇതൊക്കെയാണ്: ഭൂഹു, ആപോ, അഗ്നിഹി, മരുത്ത്, നഭഃ. ഭൂമി, ആപഹ വെള്ളം, അഗ്നി അറിയാം, മരുത്തറിയാം, നഭഫ് ആകാശം. ഭൂരാപോക്നിർ മരുന്നഭ തന്മാത്രാണി ച താവന്തി, തന്മാത്രകളും അത്രയുണ്ട്. ഗന്ധാദീനി മതാനി മേ, ഗന്ധാദികൾ എന്നാണ് എൻ്റെ അഭിപ്രായം. പഞ്ചഭൂതങ്ങളും 5 തന്മാത്രകളും. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് പഞ്ചമഹാഭൂതങ്ങൾ. അവയുടെ തന്മാത്രകൾ ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നിവ. അപ്പം 5 5 വീതമായി. ഈ ഒരു കണക്കാണ് എനിക്ക് സമ്മതമായിരിക്കുന്നത്. മതാനി മേ, ഇതാണ് എൻ്റെ മതം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങൾ അയ്യഞ്ചായിട്ട് മാറുന്ന ഭാവത്തെ, പഞ്ചഭൂതങ്ങളും അവയുടെ തന്മാത്രകളും 5 വീതം. മഹാഭൂതാനി പഞ്ചൈവാം ഭൂരാവോക്നിർമരുന്നഭാം തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മതാനി മേ. മഹാഭൂതാനി പഞ്ച ഏവ ഭൂഹു, ആപഹ, മരുത്ത്, നഭഃ തന്മാത്രാണി ഗന്ധാദീനി താവന്തി മേ മതാനി. മഹാഭൂതാനി പഞ്ചൈവ ഭൂരാവോക്നിർമരുന്നഭാം തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മതാനി മേ. ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വക് ദൃക് രസനനാസികാ വാക്കരൗ ചരണൗ മേഘ്രം പായു ദശമയുച്യത്തെ. ഇന്ദ്രിയങ്ങളാകട്ടെ 10 ശ്രോത്രം, ത്വക്ക്, ദൃക്ക്, രസന, നാസിക. ശ്രോത്രം, ത്വക്, ദൃക്, രസന, നാസിക. വാക്ക്, കരൗ, ചരണൗ, മേഘ്രം, പായുഹു. ഇത് 10 കർമ്മേന്ദ്രിയങ്ങളായി പറയപ്പെടും. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, 2 കൂടി ചേരുമ്പോൾ 10. അങ്ങനെ ഇന്ദ്രിയങ്ങൾ 10 ആയി. ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വക് ദൃക് രസനനാസികാ വാക്കരൗ ചരണൗ മേഘ്രം പായു ദശമൗച്യത്തെ. ഇന്ദ്രിയാണി ദശ: ശ്രോത്ര, ത്വക്ക്, രസന, നാസിക. വാക്ക്, കരൗ, ചരണൗ, മേഘ്രം പായുഹു ദശമ ഉച്യത്തെ. ഇന്ദ്രിയാണി ദശ: ശ്രോത്രം, ത്വക്, ദൃക്, രസന, നാസിക. വാക്കരൗ ചരണൗ മേഘ്രം പായു ദശമ ഉച്യത്തെ. ഇന്ദ്രിയാണി ദശ: ശ്രോത്രം, ത്വക്, ദൃക്, രസന, നാസിക. വാക്കരൗ ചരണൗ മേഘ്രം പായു ദശമ ഉച്യത്തെ. മനോബുദ്ധിരഹങ്കാരശ്ചിത്തമിത്യന്തരാത്മകം ചതുർത്ഥാ ലക്ഷ്യത്തെ ഭേദോ വൃത്യാ ലക്ഷണരൂപയാം.
ഇനിയും 5 5 10 ഇനി 4 എണ്ണം കൂടി 10 10 20 4 പറയാൻ പോവാ. മനഃ ബുദ്ധി അഹങ്കാരം ചിത്തം ഇത് അന്തരാത്മകം ഉള്ളിലുള്ള ചതുർത്ഥാലക്ഷ്യത്തെ 4 കാണുന്നു. ഭേദോ വൃത്യ ലക്ഷണരൂപയാണ്. ഭേദം അതിന്റെ പ്രവൃത്തിയും ലക്ഷണവും കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇത് 4 കൂടുതലാണ് അന്ധക്കരണം. അന്ധക്കരണം ഒന്നേ ഉള്ളൂ എങ്കിലും അതിൻ്റെ സങ്കല്പം കൊണ്ട്, നിശ്ചയം കൊണ്ട്, അഭിമാനം കൊണ്ട്, ചിന്ത കൊണ്ട് എന്നുള്ള വൃത്തിഭേദം കൊണ്ട് 4 വിഭജിക്കപ്പെട്ടതാണ് എന്ന് മാത്രമേ ഉള്ളൂ. മനോബുദ്ധിരഹങ്കാരശ്ചിത്യം ചിത്തമിത്യന്തരാത്മകം ചതുർത്ഥാലക്ഷ്യത്തെ ഭേദോ വൃത്യാ ലക്ഷണരൂപയാം. മനഃ ബുദ്ധി അഹങ്കാരം ചിത്തം ഇതി അന്തരാത്മകം ഇന്ദ്രിയസ്വരൂപം വൃത്യാ ചതുർത്ഥാ ഭേദാഃ ലക്ഷ്യത്തെ. മനോബുദ്ധിരഹങ്കാരശ്ചിത്തമിത്യന്തരാത്മകം ചതുർത്ഥാലക്ഷ്യത്തെ ഭേദോ വൃത്യാ ലക്ഷണരൂപയാം. മനോബുദ്ധിരഹങ്കാരശ്ചിത്തമിത്യന്തരാത്മകം ചതുർത്ഥാലക്ഷ്യത്തെ ഭേദോ വൃത്യാ ലക്ഷണരൂപയാം എന്നിങ്ങനെ പ്രകൃതി ഘടകങ്ങൾ 24 എന്ന് സ്ഥാപിച്ചിട്ട് ഇതുകൊണ്ട് ഈ ഘടകങ്ങളെ ഈ പുരുഷൻ അല്ലെങ്കിൽ ചൈതന്യസ്വരൂപനായ പുരുഷൻ പ്രവർത്തനോന്മുഖമാക്കി ധന്യമാക്കി. ഇതാണ് തത്വങ്ങളുടെ സ്വരൂപവും അതിനുള്ള പ്രവൃത്തി. അതിനെയാണ് അടുത്ത ശ്ലോകം മുതൽ വിസ്തരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സംശയം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.